സ്വീഡനിലെ ഫിലദൽഫിയ പെന്തക്കോസ്ത് സഭ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മിഷണറിമാരെ അയക്കാറുണ്ട്. അത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള കാര്യമാണ്. 2 യുവദമ്പതികൾ ബെൽജിയൻ കോഗോയിലേക്ക് പോകുവാനുള്ള ആത്മഭാരത്തോടുകൂടെ അവരവരുടെ ജീവിതത്തെ ഒരു മിഷൻ വിലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. ഡേവിഡും സിയ ഫ്ലഡുമാണ് ഒരു ദമ്പതികൾ. വേറെ മറ്റു ഒരു ദമ്പതികളും ഈ കോഗോയിലേക്ക് പോകുവാനായിട്ട് അവരുടെ ജീവിതത്തെ സമർപ്പിച്ചു. ഇവർ കോഗോ എന്ന് പറയുന്ന വളരെ ഇൻറ്റീരിയലായിട്ടുള്ള ഒരു സ്ഥലം. അവിടെയുള്ള ഉൾവനങ്ങളിൽ കൂടെ ഈ ഡേവിഡും സിയ ഫ്ലഡും തൻ്റെ 2 വയസ്സുള്ള മകനുമായിട്ടൊക്കെ കാട്ടിൽ കൂടിയൊക്കെയും യാത്ര ചെയ്ത് അവർ എൻ ദൊലര എന്നൊരു സ്ഥലത്തെത്തി. എൻ ദൊലര അവർക്ക് ദൈവത്തിൻ്റെ ഒരു ഗൈഡൻസ് അനുസരിച്ച് അവരവിടെ താമസിച്ച് പ്രവർത്തിക്കുവാനായിട്ട് തീരുമാനിച്ചു. എന്നാൽ അവരുടെ ഗ്രാമത്തലവനെ അവർ ഇതിനുവേണ്ടി സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പുറത്തു നിന്നുള്ള ഒരാൾക്ക് ഇവിടെ താമസിക്കാനായിട്ട് പറ്റത്തില്ല. അത് അങ്ങനെ താമസിക്കുവാണ് അവരുടെ ദേവന് അത് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 മൈൽ അകലെ കുറച്ച് മാറി നിങ്ങൾക്ക് താമസിക്കാമെന്ന് പറഞ്ഞു. എങ്കിൽ ഇവർക്ക് ഭക്ഷണം കൊടുക്കുവാനായിട്ട് ഒരു കൊച്ചു കുട്ടിയെ അവർ നിയോഗിച്ചു. ആ കൊച്ചുകുട്ടി ഈ ഗ്രാമത്തിൽ നിന്ന് ഇവർ താമസിക്കുന്ന അടുത്ത് വന്നിട്ട് അവർക്ക് മുട്ടയും അതുപോലെ ചിക്കനുമൊക്കെയും ആഴ്ചയിൽ 2 പ്രാവശ്യം കൊടുക്കുമായിരുന്നു. അപ്പോൾ സിയ സെഡ്, വളരെ ഭക്തിയായ ഈ സ്ത്രീ ചിന്തിച്ചു, ഞങ്ങൾക്ക് വേറെ ആരെയും ഇനി കാണുവാനായിട്ട് സാധിക്കത്തില്ലല്ലോ, അതുകൊണ്ട് ഈ കൊച്ചുകുട്ടിയോട് നമുക്ക് സുവിശേഷം പറയാം. അവർ വളരെ സ്നേഹത്തോടുകൂടെ ഈ ബാലനോട് സംസാരിക്കുവാനായിട്ട് തുടങ്ങി. ആ കുട്ടിയെ ദൈവഭാഗത്തേക്ക്, യേശുവിലേക്ക് അവർ നടത്തി. പിന്നെയും കുറേ ദിവസങ്ങൾ മുന്നോട്ട് പോയി. ഈ സിയാസഡ് വീണ്ടും ഗർഭിണിയായി ഒരു കുഞ്ഞിന്, ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം കൊടുത്തു. അവർക്ക് അതിനുള്ള സൗകര്യങ്ങളൊക്കെയും ഈ ഗ്രാമത്തലവൻ ഒരുക്കി കൊടുത്തു. എന്നാൽ അമിതമായ രക്തസ്രാവം മൂലം 17 ദിവസത്തിനു ശേഷം സിയ സെഡ് മരിച്ചു. ഇത് ഈ ഭർത്താവ് ഡേവിഡിനെ വല്ലാതെ തളർത്തി. അദ്ദേഹം അവരുടെ കുഞ്ഞിനെ അവർ ഐന എന്ന പേരിട്ടത്. ഐനയെ മറ്റ് ആ മിഷണറി ദമ്പതികളെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം സ്വീഡനിലേക്ക് തിരിച്ചുപോയി. അദ്ദേഹത്തിന് ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അദ്ദേഹം തിരിച്ചുപോയി. നാളുകൾ മുന്നോട്ട് പോയി. ഈ ഐനയെ ആദ്യം നോക്കിക്കൊണ്ടിരുന്ന മിഷണറിമാരും മരിച്ചു. അവരിപ്പോൾ അവരുടെ ഈ കുഞ്ഞിനെ ഐനയെ അവർ മറ്റൊരു മിഷണറിമാരെ ഏൽപ്പിച്ചു. അവരുടെ കൂടെ ഈ കുഞ്ഞു വളർന്നു. യൗവനപ്രായത്തിൽ മിനിയാപോളിലെ നോർത്ത് സെൻട്രൽ ബൈബിൾ കോളേജിൽ അനിയ പഠിച്ചു. അപ്പോൾ അവർക്ക് വേറൊരു പേരും കൂടെ അവരുടെ പേരൊക്കെ അതിൻ്റെ മാറ്റി ആഗി എന്നുള്ള പേര് പുതിയ മിഷണറിമാർ ഈ കുഞ്ഞിന് നൽകി. ഒരു സമയത്ത് ഈ ആഗി, ഇപ്പോൾ ഐന എന്ന് പറയുന്ന ആ പെൺകുട്ടി ആഗി, ഒരു മാഗസിൻ കിട്ടി അവൾക്ക്. അതിനകത്ത് സിയ ഫ്ലഡിൻ്റെ സിയ ഫ്ലഡ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു ശവകുടീരത്തിൻ്റെ ഫോട്ടോ കണ്ടു. സിയ ഫ്ലഡ് എന്ന് മാത്രമേ അവൾക്ക് വായിക്കാൻ പറ്റുള്ളൂ. അത് മറ്റൊരു ഭാഷയിലായിരുന്നു. മറ്റൊരു ആൾ അത് അവൾക്ക് പറഞ്ഞു കൊടുത്തു. ഈ സിയ ഫ്ലഡിനെ കുറിച്ചുള്ള ചരിത്രമൊക്കെയും അവളോട് പറഞ്ഞു. കുറച്ച് പിന്നീട് സിയ ഫ്ലഡ് തൻ്റെ ഭർത്താവുമായിട്ട് ആ സ്ഥലത്ത് ചെന്ന് ആ സ്ഥലങ്ങളൊക്കെയും കാണുകയും അവിടെയുള്ള ആൾക്കാരെ കാണുകയും ആ ശവകുടീരമൊക്കെ വിസിറ്റ് ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ ഒരിക്കൽ ഒരു കോൺഫറൻസിൽ വെച്ച് ഒരു ദൈവദാസനെ ഈ സിയ ഫ്ലഡ് പരിചയപ്പെട്ടു. അപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ കോഗോയിലെ ഒരു ചർച്ചിൻ്റെ ഞാൻ അവിടുത്തെ ഒരു സൂപ്രണ്ടൻ്റാണെന്ന് ഇദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ ആഗി വളരെ ആകാംക്ഷയോടുകൂടെ ചോദിച്ചു, സിയ ഫ്ലഡിനെ അറിയാമോ എന്ന് ചോദിച്ചു. എന്നാൽ അതിന് മറുപടി ലഭിച്ചപ്പോഴത്തേക്ക് ഇവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അത്ഭുതം കൊണ്ട് അവൾ ഒത്തിരി ദൈവത്തെ സ്തുതിച്ചു. ഈ പറഞ്ഞ ഈ ചെറുപ്പക്കാരനായ ദൈവദാസൻ എന്ന് പറയുന്നത്
അന്ന് ഈ സിയാഫ്ലഡും ഡേവിഡും സുവിശേഷം പറഞ്ഞ ആ ബാലനാണ് ഇന്ന് കോഗോ എന്ന് പറയുന്ന സ്ഥലത്ത് ആ ഒരു സഭയുടെ തന്നെ സൂപ്രണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. 600-ൽ പരം ആൾക്കാർ ആ ഗ്രാമത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നു. ഇതിനിടയ്ക്ക് ഈ സിയാഫ്ലഡും ഈ ആഗിയും ഭർത്താവും തങ്ങളുടെ അപ്പൻ പിന്മാറ്റത്തിലായിരിക്കുന്ന അപ്പൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ കഥകളെല്ലാം പറഞ്ഞു. അദ്ദേഹം ഇപ്പോൾ ഒരു മദ്യപാനിയായിട്ടും നിരീശ്വരവാദിയുമായിട്ടും ഇരിക്കുക. തൻ്റെ ഭാര്യയിൽ കൂടെ ഇത്രയും ആൾക്കാർ വിശ്വാസത്തിൽ വന്നെന്നും ഇങ്ങനൊരു ദൈവപ്രവൃത്തി നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഈ പ്രിയ പിതാവിന് മാനസാന്തരമുണ്ടായി. അദ്ദേഹം വീണ്ടും തൻ്റെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു. ഒരു വശത്ത് വ്യക്തികൾ ആ മിഷൻ ക്വിറ്റ് ചെയ്തെങ്കിലും, അല്ലെങ്കിൽ ഞാൻ ഈ കഥ വായിച്ചപ്പോഴത്തേക്ക് മനസ്സിലായത്, ഈ ഡേവിഡ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഒരുപക്ഷെ ചിന്തിച്ചു പോലും കാണത്തില്ലായിരിക്കാം ഇങ്ങനൊരു ദൈവപ്രവൃത്തി അവിടെ നടക്കുന്നുണ്ടെന്ന്. അദ്ദേഹം പിന്മാറ്റത്തിലേക്ക് തിരിച്ചു പോയി. പക്ഷേ ആ ദേശത്ത് ഒരു കൊച്ചു ബാലകനിൽ കൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരുന്നു. അനേകം ആൾക്കാർ ദൈവത്തിങ്കിലേക്ക് വന്നു. ആ സുവിശേഷം പറഞ്ഞ ആ സുവിശേഷം കേട്ട ആ ബാലകൻ ഇന്ന് ആ സഭയുടെ ഒരു നേതൃത്വ നിരയിലുള്ള വ്യക്തിയായിട്ട് മാറി ദൈവം തൻ്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും സംഘർഷങ്ങളും പ്രയാസങ്ങളും ഒക്കെ കൂടുമ്പോഴത്തേക്ക് നമ്മളൊക്കെയും പലപ്പോഴും പലതും വേണ്ടെന്ന് വെക്കുവാനായിട്ട് നമ്മൾ തീരുമാനിക്കാറുണ്ട്. മതി, ഇനി എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല, ഞാൻ നിർത്തുക, ക്രിസ്തീയ ജീവിതം തന്നെ എനിക്കിനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ചിലവർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു പ്രതീക്ഷിച്ച പല കാര്യങ്ങളും ലഭിക്കാതിരിക്കുമ്പോഴത്തേക്ക് ഇനി എന്തിനിങ്ങനൊരു ആത്മീക ജീവിതം നയിക്കണം എന്നവർ ചിന്തിക്കാറുണ്ട്. എന്നാൽ നമ്മളിനി വേദപുസ്തകത്തിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അനുഭവിച്ച് ദൈവത്തിൻ്റെ ശക്തിയും മഹത്വവും അനുഭവിച്ച് മുമ്പോട്ട് പ്രവർത്തിച്ച ഒത്തിരി ആൾക്കാരെ കാണാനായിട്ട് സാധിക്കും. അതിന് നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ് അപ്പോസ്തലനായ പൗലോസ്. നമ്മൾ 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് പൗലോസ് തൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങളിൽ കൂടെ കടന്നുപോയ സമയത്താണ് അദ്ദേഹം ഈ ഒരു ലേഖനം എഴുതിയത്. ആ ലേഖനം പല ഭാഗങ്ങളായിട്ടുണ്ട്. ഒന്ന് കൊരിന്ത്യരിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിലും ചില ആൾക്കാർ പറയുന്നത് അദ്ദേഹം 3 ലെറ്റർ എഴുതിയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു 10 മുതൽ 13 വരെയുള്ള ഭാഗങ്ങളൊക്കെ വേറൊരു ലേഖനമാണെന്നും പറയാറുണ്ട്. എന്നാൽ ആ ഭാഗത്തൊക്കെ പൗലോസ് തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഒത്തിരി ക്ലേശങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പൗലോസ് 4-ാം അധ്യായം 2 കൊരിന്ത്യർ അതിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടായാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപോയം പ്രയോഗിക്കാതെയും ദൈവജനത്തിൽ കൂട്ടിച്ചേർക്കുക. അങ്ങനെ താഴോട്ട് പറയുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: therefore having this ministry by the mercy of God we do not lose heart. പൗലോസ് പറയുകയാണ്, പൗലോസിൻ്റെ ജീവിതത്തിൽ നിങ്ങൾ ആ ഒരു 10 മുതൽ 13 വരെ അധ്യായം ശരിക്കും വായിക്കാൻ വേണ്ടി ഒത്തിരി തെറ്റിദ്ധാരണ പൗലോസിനെ കുറിച്ചുണ്ടായി. പൗലോസിൻ്റെ ശരീരത്തെക്കുറിച്ചും രൂപത്തെക്കുറിച്ചുമൊക്കെയും ഒത്തിരി അക്യൂസേഷൻസ് ഉണ്ടായി. പൗലോസിനെ ശരിയായ അപ്പോസ്തലനായിട്ട് പോലും അവർ കാണുവാനായിട്ട് സാധിച്ചില്ല. ഒത്തിരി പ്രയാസങ്ങൾ കൂടെ കടന്നു. മാത്രമല്ല, സുവിശേഷ നിമിത്തം അദ്ദേഹം എത്രയോ പ്രയാസങ്ങളും കഷ്ടങ്ങളും അനുഭവിച്ചു. ഇന്ന് നമ്മൾ ആ ജോസ് പാപ്പച്ചന് വേണ്ടി പ്രാർത്ഥിച്ച ഒത്തിരി അനുഗ്രഹമായി ഞാനും കഴിഞ്ഞ ദിവസം വായിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ വായിച്ചപ്പോൾ ഞാൻ കേട്ടു അദ്ദേഹം ഇന്നിപ്പോൾ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ നിന്ന് ഹോസ്പിറ്റലായിരിക്കുന്നതെന്നും കൂടെ ഞാൻ വായിച്ചു. എളുപ്പമല്ല ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ. പ്രയാസങ്ങൾ വരുമ്പോൾ, തകർച്ചകൾ വരുമ്പോഴത്തേക്ക് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെയുള്ളവർക്ക് ആവശ്യമാണ്. എങ്കിലും നമ്മൾ ഈ പറഞ്ഞു വന്ന ഈ പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ കൂടെയൊക്കെ കടന്നു പോയപ്പോൾ അദ്ദേഹം പറയുകയാണ്, therefore having this ministry by the mercy of God we do not lose heart. അത് ഇംഗ്ലീഷിൽ കുറച്ചുകൂടി നന്നായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. മലയാളത്തിൽ അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ശുശ്രൂഷ ഉണ്ടായാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ, അത്രയും മതി, അധൈര്യപ്പെടാതെ. ഈ അതുകൊണ്ടെന്നുള്ള പദം വരുമ്പോഴത്തെ ഒരിക്കലും
അവിടം കൊണ്ട് താഴോട്ടങ്ങ് വായിക്കില്ലേ. എപ്പം അതുകൊണ്ടെന്ന് മലയാളത്തിലും ഇംഗ്ലീഷിൽ therefore എന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? മുകളിലോട്ട് പോവുക, ആ ചാപ്റ്ററിൻ്റെ മുകളിലോട്ട് പോകണം. ഈ അതുകൊണ്ട് എന്ന് പറയുന്ന therefore-ൻ്റെ ഉത്തരം നമുക്ക് കിട്ടുന്നത് 3-ാം അധ്യായത്തിലാണ്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് പൗലോസ് വ്യക്തമായി പറയുന്നുണ്ട് എന്ത് ശുശ്രൂഷയാണ് പൗലോസിന് ലഭിച്ചത്. ഞാൻ ഇങ്ങനെ ഞാനൊരു ഹെഡിങ് കൊടുക്കുന്നു, മഹത്തരമായ ഒരു ശുശ്രൂഷയാണ് പൗലോസിന് മാത്രമല്ല നമുക്കെല്ലാവർക്കും ലഭിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് ആ ഭാഗത്ത് ഈ 3-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. നിങ്ങളതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം പോലെ ഒന്ന് വായിക്കാമോ? 7 മുതലുള്ള വാക്യങ്ങൾ, 3-ാം അധ്യായം. ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകുകയില്ലയോ? ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. അതെ, തേജസ്സോട് കൂടിയത് ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ്സില്ലാത്തതായി. നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്ര അധികം തേജസ്സുള്ളതായിരിക്കും. ഓക്കെ, നമുക്ക് വായിക്കും ആദ്യ ശകലം വായിക്കുമ്പോൾ ഒരു അല്പം പ്രയാസം പോലെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് തോന്നും. നിങ്ങൾ പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം, മോശ കർത്താവിനോടുകൂടെ സീനായി മലയിൽ സമയങ്ങൾ ചെലവഴിച്ച് 40 ദിവസം അവിടെ ചെലവഴിച്ച ശേഷം 10 കൽപ്പനകളുമായിട്ടൊക്കെ തിരിച്ചു വരുമ്പോഴത്തേക്കുള്ള ഭാഗങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് നന്നായിട്ട് ഓർക്കുന്നുണ്ടായിരിക്കാം. മോശയുടെ മുഖം ദൈവത്തിൻ്റെ തേജസ് കൊണ്ട് എന്ത് ചെയ്തു? നിറഞ്ഞു നിന്നു. എന്നിട്ട് ഈ ദൈവത്തിൻ്റെ തേജസ്സുള്ള മുഖത്തോടുകൂടെ അദ്ദേഹം താഴോട്ട് വന്നിട്ട് ആളുകളോട് സംസാരിക്കാൻ നമ്മൾ ആളുകൾക്ക് മുഖത്തോട്ട് നോക്കാനായിട്ട് തന്നെ പറ്റുന്നില്ല, ഭയങ്കര പേടി വരും. അപ്പോൾ അദ്ദേഹം അഹ്റോനെയും ആ സഭയിലെ പ്രധാനപ്പെട്ട പ്രമാണികളെയൊക്കെയും തൻ്റെ അടുത്ത് വിളിച്ചു കൂട്ടി ഈ കാര്യങ്ങളൊക്കെയും സംസാരിക്കുന്നുണ്ട്. എന്നാൽ സംസാരിച്ച് തീരുന്ന സമയത്ത് അദ്ദേഹം എന്തു ചെയ്യും? ഈ മുഖത്ത് ഒരു മൂടുപടം എടുത്തിടും. ആദ്യം ഇടുന്നില്ല, ചിലപ്പോൾ നമ്മൾ ആദ്യം വായിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു മനസ്സിലാവുന്ന ആദ്യം ഈ തേജസ് കാണാതിരിക്കാൻ ഇടുന്നത് പോലെ നമുക്ക് തോന്നും. എന്ന് അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. ഈ ഗ്ലോറി മുഖത്തിങ്ങനെ നിറഞ്ഞു നിൽക്കുക, അത് ഫെയ്ഡായിട്ട് പോകാനായിട്ട് തുടങ്ങുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഈ മൂടുപടം എടുത്ത് മുഖത്തോട്ടിടുന്നത്. കാരണം ഈ പോകുന്നത് അതിൻ്റെ ഗ്ലോറി എന്ത് ചെയ്യുക? കുറഞ്ഞു വരുന്നത് ആരും കാണല്ലേ. ആ ഒരു ഇൻറ്റൻഷനോട് കൂടിയാണ് ഈ മുഖത്ത് ഈ മൂടുപടം ഇടുന്നത്. ഇവിടെ പൗലോസ് പറയുകയാണ്, കല്ലിൽ അക്ഷരമായി കുത്തിയിരിക്കുന്ന മരണ ശുശ്രൂഷ. നമുക്കറിയാം പഴയ നിയമത്തിലെ കൽപ്പനകളും പ്രമാണങ്ങളുമൊക്കെ അതിൽ ഒരെണ്ണം ലംഘിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ മരിക്കും. അതുപോലത്തെ പ്രമാണങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അതിന് ഇത്രയും തേജസ്സായിരുന്നു ആ ശുശ്രൂഷ. നീക്കം വരുന്നതായ മോശയുടെ മുഖതേജസ് എന്ന് പറഞ്ഞാൽ ആ ഗ്ലോറി എന്ത് ചെയ്യുക? ആ സമയം കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. വീണ്ടും ദൈവത്തോടുകൂടെ സമയം സിനായ് മലയിൽ ചെലവഴിക്കുന്ന സമയത്താണ് ഈ മുഖത്ത് വീണ്ടും ഈ ഒരു തേജസ് നിലനിൽക്കുന്നത്. നീക്കം വരുന്നതായ ആ ഒരു ശുശ്രൂഷ അത് മരണത്തിലേക്ക് നയിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യന് സ്വാതന്ത്ര്യം ലഭിക്കാത്ത, മനുഷ്യന് ഭയങ്കര ഭയപ്പെട്ടും പേടിച്ചും ജീവിക്കുന്ന രീതിയിലുള്ള കൽപ്പനകളെല്ലാം നിറഞ്ഞ ആ ശുശ്രൂഷ ഇത്രയും തേജസ്സുള്ളതാണെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകുകയോ? താഴോട്ട് പിന്നെ ചോദിക്കുക, ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. അതേ തേജസ്സോടുകൂടി ഈ കാര്യത്തിൽ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ്സില്ലാത്ത അതിമഹത്തായ തേജസ് യേശു ക്രിസ്തുവിൽ കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊരു പുതിയ ശുശ്രൂഷ, പുതിയ നിയമത്തിൻ്റെ ഒരു ശുശ്രൂഷ നമുക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റ് തേജസ്സൊന്നും അത്ര തേജസ്സുള്ളതല്ല. നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് മറ്റേതെന്തോ ആ ഗ്ലോറി ഫെയ്ഡായി മങ്ങി പോകുമ്പോഴത്തേക്ക് ഇവിടെ പൗലോസ് പറയുക, നമുക്ക് യേശു ക്രിസ്തുവിൽ കൂടെ ലഭിച്ച ആ തേജസ് എന്ന് പറയും നിലനിൽക്കുന്നതാണ്. ഇറ്റേണിറ്റി, ഇവിടെ തുടങ്ങി നമ്മൾ ഇറ്റേണിറ്റി വരെ കണ്ടിന്യൂ ചെയ്യുന്നതായ ഒരു തേജസ് നമ്മളിലൊക്കെയും പകർന്നിട്ടുണ്ട്. ഈ ശുശ്രൂഷ എനിക്ക് ലഭിച്ചതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യത്തില്ല, ഞാൻ പതറിപ്പോകത്തില്ല.
ഞാൻ ലൂസ് ഹാർട്ട് ആവത്തില്ല, ഞാൻ നിരാശപ്പെട്ടു പോകത്തില്ല. കാരണം എൻ്റെ തേജസ്, എൻ്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന തേജസ്, നമ്മൾ താഴോട്ട് കുറച്ചുകൂടെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. തേജസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇങ്ങനെ വന്ന് പോയി നിൽക്കുന്ന ഒരു കാര്യമല്ല, അത് നിലനിൽക്കുന്നതായതുകൊണ്ട് എനിക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കും. വിശ്വാസികളായ അനേക നമ്മളെയും പണ്ട് ജീവിച്ച അനേക ഭക്തന്മാരെയും ഒക്കെയും ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളുടെ മധ്യത്തിലൊക്കെ മുമ്പോട്ട് നയിച്ചത് ഒറ്റ കാര്യം ഇതാണ്. അവരുടെ മേൽ പകരപ്പെട്ട ആ തേജസ്സിനെക്കുറിച്ച്, ആ ശക്തിയെക്കുറിച്ച് അവർക്കൊരു ബോധ്യമുണ്ടായിരുന്നുകൊണ്ട് എന്തു ചെയ്തു? അവർ വീണ്ടും വീണ്ടും മുന്നോട്ട് എന്തു ചെയ്തു? പോയിക്കൊണ്ടേ ഇരുന്നു. ഇനി നമ്മൾ അതിൻ്റെ 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ആ 3-ാം അധ്യായത്തിന് തന്നെ കാണുമ്പോഴത്തേക്ക് ഒന്ന് വായിക്കാമോ? 12 മുതൽ 18 വരെ. ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. നീങ്ങിപ്പോകുന്നതിൻ്റെ അന്ത്യം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തൻ്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെയല്ല. എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെ ഇരിക്കുന്നുവല്ലോ. അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഇനി പൗലോസ് പറയുക, പഴയ നിയമം വായിക്കുമ്പോഴത്തേക്ക് ഇന്നും ആ മൂടുപടം നിൽക്കുക, ഇന്നും ഒന്നും അങ്ങോട്ട് ക്ലിയർ അല്ല, ഒന്നും മനസ്സിലാകാനായിട്ട് സാധിക്കത്തില്ല. എന്നത്തേക്ക് ഇന്ന് നമ്മളെങ്ങനെയാ മൂടുപടമൊക്കെ നമ്മൾ നീങ്ങിയവരായിട്ട് കർത്താവിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടമെല്ലാം എന്ത് ചെയ്യും? നീങ്ങിപ്പോയിട്ട് കർത്താവ് എന്ത് ചെയ്യുന്നു? ആത്മാവാകുന്നു. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് എന്ത് ചെയ്യും? സ്വാതന്ത്ര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ തേജസ് നമ്മളിലേക്ക് വരുവാന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്നിട്ട് നമുക്ക് ഒരു സ്വാതന്ത്ര്യത്തോടുകൂടി അല്ലേ നമ്മളെ ഞെരുക്കുന്ന പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ വരുവാന്ന് പറഞ്ഞാൽ നമ്മൾ അസ്വാതന്ത്ര്യത്തിലാണ്. നമുക്ക് മുന്നോട്ട് പോകാൻ മേലാതെ നമ്മളിങ്ങനെ തകർക്കപ്പെട്ടും ഞെരുങ്ങിയും ഇരുന്നിട്ട് നമ്മൾ പലതും വേണ്ടെന്ന് വെച്ച് നിരാശപ്പെട്ടും ഡിപ്രഷനായ ഒരു അനുഭവത്തിലേക്കും ജീവിക്കുക എന്ന് പറയുന്നത് നമ്മളൊരു ബന്ധനത്തിലിരിക്കുക. എന്നാൽ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി എങ്ങനെയാ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവ് ആകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. എന്നിട്ടാണ് താഴോട്ട് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെ തേജസ്സുള്ള ഒരു ശുശ്രൂഷയുടെയും പുതിയ നിയമത്തിൻ്റെയും വക്താക്കളായി നമ്മൾ തീർന്നുകൊണ്ട് പുതിയ നിയമത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ട് യേശുക്രിസ്തുവിൽ കൂടെ ഒരു പുതിയ ബന്ധത്തിലേക്കും സ്വാതന്ത്ര്യമുള്ള ബന്ധത്തിലേക്ക് അല്ലേ ഹൃദയങ്ങളിലൊക്കെ ആത്മാവിൽ എഴുതപ്പെട്ട ഒരു പ്രമാണവുമായിട്ട് ജീവിക്കുന്ന നമ്മൾക്ക് എന്തു പറ്റും? നമുക്ക് അധൈര്യപ്പെടാതെ നമുക്ക് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇന്നിവിടെ ഇരിക്കുമ്പോഴത്തേക്ക് എനിക്കറിയത്തില്ല എത്രയോ എല്ലാവരുടെയും മനസ്സിൽ കൂടെ എന്നതൊക്കെ കാര്യങ്ങൾ കടന്നു പോകുന്നത് എനിക്കറിയത്തില്ല. നമ്മൾ 2 ആഴ്ച നമ്മൾ പിന്നിട്ടപ്പോഴത്തേക്ക് നമുക്കൊരു കാര്യം മനസ്സിലായി. നമ്മുടെ എക്സ്പെക്റ്റേഷൻ പോലും ഒന്നുമല്ല പുതിയ വർഷം. വിൻ 2 വീക്സ് ഐ തിങ്ക് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ചെറിയ രീതിയിലെങ്കിലും മനസ്സിലായിട്ടുണ്ട്. കാരണം അങ്ങനെയാണ് ഈ ലോകം. പ്രതീക്ഷകളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് പലപ്പോഴും എല്ലാം ഒരേപോലെ നന്നായിട്ടൊന്നും നമുക്ക് വരത്തില്ലായിരിക്കാം. ഇതിൻ്റെ മധ്യത്തിലൊരു മനസ്സിലാക്കുക വളരെ ഇത് ചിലപ്പോൾ ഇതൊക്കെ ഇങ്ങനെ തേജസ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കോംപ്ലിക്കേഷൻ പോലെ തോന്നുക. സിമ്പിളായിട്ട് മനസ്സിലാക്കുക. നമ്മൾ യേശു ക്രിസ്തുവുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചവരാണ്. പുതിയ നിയമത്തിൻ്റെ ബന്ധമെന്ന് പറഞ്ഞാൽ ഈ പുതിയ നിയമം എന്ന് പറയുന്ന പുതിയ എന്ന് പറയുന്ന വാക്ക് ആക്ച്വലി ഈ യവനായ ഭാഷയിൽ തന്നെ 2 വാക്കുകൾ നിയോസും കെയ്നോസ് എന്ന് പറയുന്ന 2 വാക്കുണ്ട്. നിയോസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ഘട്ടത്തിലേക്ക് വന്ന പുതിയതായി തീർന്നു. കെയ്നോസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ പുതിയതെന്ന് പറഞ്ഞൊരു ക്വാളിറ്റി ഉള്ളതാണ്. അപ്പം നമുക്ക് ഈ പുതിയ നിയമം എന്ന് പറയുമ്പോൾ പൗലോസും യേശുക്രിസ്തുവും എല്ലാം പറഞ്ഞപ്പോഴത്തെ ആ ഒരു പദം ഉപയോഗിച്ചത്, ആ പദം ഉപയോഗിക്കാൻ പറയുകയാണ് നമുക്കൊക്കെ ഒരു ചുമ്മാ ഒരു ബന്ധമല്ല. പുതിയ നിയമത്തിൻ്റെ ബന്ധമെന്ന് പറഞ്ഞാൽ ഒന്നൊരു സ്നേഹത്തിൻ്റെ ബന്ധം, യേശുവിൽ കൂടെ ഞാനൊരു ദൈവ മകനായെന്നുള്ളൊരു ബന്ധം മാത്രമല്ല, നമുക്ക് നമ്മുടെ ഹൃദയത്തിലാണ് ഇന്ന് ഈ പ്രമാണങ്ങളൊക്കെ പരിശുദ്ധാത്മാവിൽ കൂടെ എഴുതിയിരിക്കുന്നത്. നമ്മളൊരു ലോ ഇങ്ങനെ വായിച്ച് അതിങ്ങനെ ചിന്തിച്ച് അതെപ്പോഴും അനുസരിക്കാൻ വേണ്ടി ഇങ്ങനെ പ്രയാസപ്പെട്ട് ജീവിക്കുമല്ല, പരിശുദ്ധാത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൂടെ നമ്മൾ ജീവിക്കുന്ന
ഇങ്ങനത്തെ ഒരു ശുശ്രൂഷയുടെ ഭാഗവാക്കായിട്ട് അല്ലെങ്കിൽ യേശുവുമായിട്ട് ഇതുപോലൊരു ബന്ധം സ്ഥാപിച്ചവരായി നമ്മളായതുകൊണ്ട് നമുക്ക് മുമ്പോട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കും. ഇന്നെവിടെയാണ് നമ്മൾ ക്വിറ്റ് ചെയ്യണമെന്ന് ഓർക്കുന്നത്? അല്ലെങ്കിൽ ഞാൻ തകർന്നു, എനിക്കിനി മുന്നോട്ടൊരു സ്റ്റെപ്പ് വെക്കുവാനായിട്ട് പറ്റത്തില്ല, ഞാൻ തകർന്നു പോയി, എൻ്റെ ജീവിതം തകർന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കും, സിമ്പിളായിട്ട് ഇതെല്ലാം വിട്ടിട്ട് ഓർക്കും, ഞാനൊരു ദൈവ മകനാണ്, ഞാൻ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവത്തിൻ്റെ മകനാണ്, എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് മുമ്പോട്ട് ജീവിക്കുവാനായിട്ട് പറ്റും. എന്നിട്ട് പൗലോസ് ഈ 4-ാം അധ്യായത്തിൽ വരുമ്പോഴത്തേക്ക് തങ്ങളുടെ ശുശ്രൂഷ താൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ താഴോട്ട് പറ. അതുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, നമ്മളതൊന്ന് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് വളരെ വിശ്വസ്തയോടുകൂടെ വേല ചെയ്യുവാനായിട്ട് സാധിക്കും. ആരെയും കളിപ്പിച്ചോ ഒന്നുമല്ല, ആരെയും പ്രീതിപ്പെടുത്തിയുമല്ല, എനിക്ക് സ്വാതന്ത്ര്യത്തോടുകൂടെ എനിക്ക് ട്രാൻസ്പെറൻ്റായിട്ട് ശുശ്രൂഷ ചെയ്യാൻ പറ്റുമെന്ന് താഴോട്ടുള്ള ഭാഗത്തൊക്കെയും വായിക്കുന്നു. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടെ പറയുന്നു, അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ശുശ്രൂഷ ലഭിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവരിലേക്ക് ഈ സുവിശേഷം കൊടുക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഞങ്ങളുടെ അതിൻ്റെ കൂട്ടിച്ചാർക്കാനും സത്യം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് സകല മനുഷ്യരോടും മനസ്സാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യം, സകലരുടെ മനസ്സാക്ഷിയിലേക്ക് ഈ സുവിശേഷം കൊടുക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ ചിലവർക്കത് ഗ്രഹിക്കാനായിട്ട് പറ്റാത്തത്, അവിടെ എഴുതിയിട്ടുണ്ട്, അവർ നശിച്ചു പോകുന്നവരായതുകൊണ്ട് അവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് അതിൻ്റെ 6-ാമത്തെ വാക്യം, 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഒന്ന് വായിക്കാമോ? ഇരുട്ടിൽ നിന്ന് ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം. നമ്മൾ കർത്താവ് എങ്ങനെയാണ് വെളിച്ചത്തെ സൃഷ്ടിച്ചത് നമുക്കറിയാം. എന്ന് പറഞ്ഞതുപോലെ ദൈവം യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾ വിശ്വസ്തയോടെ ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നു. ഞങ്ങൾക്ക് കളിപ്പിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഇനി ഞങ്ങളിൽ കൂടെ സുവിശേഷം എല്ലാവരിലേക്കും ചെല്ലുന്നുണ്ട്. ആരെങ്കിലും അത് ചെല്ലുന്നില്ലെങ്കിൽ അവരുടെ ഹൃദയമെല്ലാം കുരുടായിരിക്കുന്നു, അവരെല്ലാം ഒരു നാശത്തിലേക്ക് യാത്ര ചെയ്തിരിക്കുവാണ്. സാത്താൻ അവരുടെ കണ്ണുകളേക്ക് കുരുടാക്കി വെച്ചിരിക്കുവാണ്. ഈ ഒരു ബോധ്യമാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധിച്ചത്. ഇനി രണ്ടാമതായിട്ട് ഈ മഹത്വമുള്ള ശുശ്രൂഷ നമുക്കുള്ളത് കൊണ്ട് ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മളിലൊരു അത്യന്ത ശക്തി നമ്മളിൽ വന്നിരിക്കുക. നമ്മൾ അതാണ് 7 മുതലുള്ള വായിക്കുന്നത്. ഒന്ന് വായിക്കുമ്പോൾ 4-ാം അധ്യായം അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്ര എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്ത ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. ഓക്കെ, ഇനി മുമ്പോട്ട് വരുമ്പോഴത്തെ 16-ാമത്തെ വാക്യം കൂടെ വായിച്ചാൽ 16. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ഓക്കെ, ഈ 16-ാമത്തെ വാക്യം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ 7 മുതൽ 11 വരെ വായിച്ചതിൻ്റെ ജസ്റ്റ് ഒരു സമ്മറി ആയിട്ട് ഒരൊറ്റ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, വീണ്ടും പറയുമോ, ഞങ്ങൾ അധൈര്യപ്പെടാതെ, വി ഡോണ്ട് ലൂസ് അവർ ഹാർട്ട് എന്ന് പൗലോസ് വീണ്ടും പറയും. ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു. പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ നമ്മൾ 7 മുതലുള്ള വാക്യത്തിൽ വായിക്കുന്നത്. പൗലോസ് പറയുവാണ്, ഈ ഞങ്ങളൊരു ഒരു ഒരു തേജസ്സുള്ള ശുശ്രൂഷയുടെ ഭാഗമായിരിക്കുമെന്ന് പറഞ്ഞാൽ വെറും ഒരു കാര്യം മാത്രമല്ല, ഒരു അത്യന്തമായ ശക്തി. ഈ അത്യന്ത ശക്തി എന്ന് കണ്ടു, എന്ന് കണ്ടു, ദിസ് എന്ന് പറയുമ്പോൾ മുമ്പ് പറഞ്ഞ കാര്യമാണ്. ഈ മഹത്വമുള്ള ശുശ്രൂഷ നമുക്ക് വന്നതുകൊണ്ട് അത് ചുമ്മാ ഒരു തേജസ്, ഇങ്ങനെ ഒരു ദൈവസാന്നിധ്യം വന്നെന്നുള്ളതല്ല, ആ തേജസ്സോടുകൂടെ തന്നെ അത്യന്തപരമാവുന്ന ശക്തി എവിടെയാണ് പകർന്നിരിക്കുന്നത്? ഒരു മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്നു, അല്ലേ? നമ്മളൊരു മൺകൂടാരം, നമുക്കറിയാം, മണ്ണ് കൊണ്ടുള്ള പാത്രം എപ്പം വേണമെങ്കിലും എന്ത് ചെയ്യാം? തകർന്നു പോകാം. എപ്പം വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് അങ്ങോട്ടൊന്ന്
നീക്കി വെക്കുമ്പോഴത്തേക്കും ഒന്നും തെസ്റ്റ് താഴെ വീണാൽ എല്ലാം പൊട്ടിപ്പോവും. അതുപോലെയാണ് നമ്മളെല്ലാവരും. നമുക്കെല്ലാവർക്കും ഒത്തിരി ഒത്തിരി വീക്ക്നെസ് ഉണ്ട്. ഈ ലോകത്തൊരു വ്യക്തി പോലും പെർഫെക്റ്റ് ആയിട്ടില്ല. ആരുമില്ല പെർഫെക്റ്റ് ആയിട്ട്. പെർഫെക്റ്റ് എന്ന് ഞാൻ പറയുമ്പോഴത്തേക്ക് വിശുദ്ധിയുടെ കാര്യം മാത്രമല്ല, ആ ഒരു കാര്യമുണ്ട്. ബാക്കി പല വിധത്തിലുള്ള മാനുഫാക്ചർ, നമ്മൾ പറയും തമാശയായിട്ട് മാനുഫാക്ചർ ഡിഫക്ട്സുകളൊക്കെ എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ പേഴ്സണാലിറ്റിയിലാവട്ടെ, നമ്മുടെ സൗന്ദര്യത്തിലാവട്ടെ, നമ്മുടെ ശരീരഘടനകളിലാവട്ടെ, പലപ്പോഴും രോഗത്തിലേക്ക് പോകുന്ന അവസ്ഥകൾ ഒന്നും നമുക്കൊത്തിരി ആഗ്രഹമുണ്ട്. നല്ല രീതിയിലും നല്ല പെർഫെക്റ്റ് ആയിട്ടൊക്കെ ഒരു കുഴപ്പമില്ലാതൊക്കെ ജീവിക്കണമെന്ന്. അങ്ങനെ ഒരു ജീവിതം നയിക്കുന്നവർ ഈ ലോകത്ത് എത്രയും ഉന്നത വിദ്യാഭ്യാസമുള്ളവരോ എത്രയും വലിയ വ്യക്തികൾ പോലും ആരും തന്നെയും ഇല്ല. എല്ലാവർക്കുമൊക്കെ എന്തെങ്കിലുമൊക്കെയും കുഴപ്പങ്ങളുണ്ട്. മൺപാത്രം ഏത്? എന്നാലും മൺപാത്രത്തിൻ്റെ പ്രത്യേകത, മൺപാത്രത്തിലേക്ക് ദൈവത്തിൻ്റെ തേജസ് പകരപ്പെട്ടിരിക്കുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് വായിച്ചപ്പോൾ നല്ലൊരു ഉദാഹരണം ഞാൻ വായിച്ചത്, നമ്മളിതുപോലൊരു പാത്രം ചിന്തിച്ചോ. ഓക്കെ, ഒരു മൺപാത്രം, ഇതിനകത്തോട്ട് നമ്മളൊരു ലൈറ്റ് അടിക്കുമ്പോഴത്തേക്ക് ഒരു കുടം നമുക്കെല്ലാം കാണാൻ പറ്റുമോ? ഒരു കുടത്തിനകത്തോട്ട് നമ്മൾ ടോർച്ച് അടിക്കുവാണെങ്കിൽ നമുക്ക് പ്രകാശം കാണാൻ പറ്റുമോ? പറ്റുമോ ഇല്ലയോ ഒന്ന് പറഞ്ഞേട്ടെ. ഇല്ല. ഓക്കെ, എന്നാൽ നമ്മളതിന് ചെറിയൊരു 1-2 ഓട്ട അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാലോ, ആ ദ്വാരത്തിൽ കൂടി എന്ത് പറ്റും? ഈ പ്രകാശം എന്ത് ചെയ്യും? പുറത്തോട്ട് പോകും. എന്ന് പറഞ്ഞ പോലെയൊക്കെ നമ്മുടെ ജീവിതം ഈ മൺപാത്രത്തിലേക്ക് അത്യന്ത ശക്തി, തേജസ്സും ശക്തിയും എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങോട്ട് വന്നിട്ട് നമ്മളിൽ കൂടി എന്ത് ചെയ്യുക? ഈ മൺപാത്രത്തിലുള്ള ഈ തകർന്ന ചില ബ്രോക്കണായ അവസ്ഥകളൊക്കെ ഉണ്ടല്ലോ, നമ്മളിൽ പെർഫെക്റ്റ് അല്ലാത്തതും തകർന്നിരിക്കുന്നതും പൊടിഞ്ഞിരിക്കുന്നതും മറ്റുള്ളവർക്കൊന്നും ഈസിലി നമ്മളെ ഇഷ്ടപ്പെടാത്തതുമായൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, ഈ തകർച്ചകളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ ശക്തി എന്ത് ചെയ്യും? നമ്മളിൽ കൂടി ഇങ്ങനെ പുറത്ത് വരുമ്പോഴത്തേക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും, വളരെ മനോഹരമായിരിക്കും. സോറസ്റ്റ് ടൈംസ് ആർ സ്വീറ്റസ്റ്റ് ടൈംസ്. ജീവിതത്തിൻ്റെ തകർച്ചകളുടെ സമയങ്ങൾ ഏറ്റവും മനോഹരമായ സമയമാണ്. ഈ അടുത്ത കാലത്ത് മരിച്ച ബിഷപ്പ് ഡോക്ടർ KP യോഹൻ, അദ്ദേഹത്തിന് വേറെ പേരൊക്കെ ഉണ്ട്, എന്നാലും അദ്ദേഹത്തിൻ്റെ പണ്ട് ഒത്തിരി ചെറിയ പുസ്തകങ്ങളുണ്ട്. അതിൻ്റെ ഒരു പുസ്തകമുണ്ട്, ബ്യൂട്ടി ഓഫ് ബ്രോക്കൺനെസ്. തകർച്ചയിൽ വലിയ സൗന്ദര്യമാണ്. തകർച്ചയിലാണ് ഏറ്റവും സൗന്ദര്യം. തകർച്ചയിലാണ് നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ത് ചെയ്യുന്നത്? അധികമായിട്ടും അനുഭവിക്കുന്നത്. സങ്കീർത്തനത്തിൽ നമുക്കറിയാമല്ലോ, മനോവ്യസനം, തകർച്ചയുള്ളവരുടെ മേലാണ് നമുക്ക് കർത്താവിൻ്റെ സാന്നിധ്യം കൂടുതൽ കടന്നു വരുന്നത്. അവർക്കാണ് ദൈവത്തെ കൂടുതൽ അറിയുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ മൺപാത്രത്തിലേക്ക് ഈ ശക്തി പകരപ്പെട്ടിരിക്കുന്നതുകൊണ്ട് പൗലോസ് പറയുവാണ്, ഇനിയുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് നോക്കണം. ഒന്ന് പറഞ്ഞിരിക്കുന്നതും, കഷ്ടത ഞങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾ ഇടുങ്ങി ഇരിക്കുന്നില്ല. കഷ്ടത വന്നു, പക്ഷേ നോക്കുമ്പോൾ എന്തുവാ? കഷ്ടതയാണ്, അവർക്ക് ഭയങ്കര കഷ്ടതയാണ്, പക്ഷേ ഇടുങ്ങിയിരിക്കുന്നില്ല. നിങ്ങളതൊന്ന് വളരെ നന്നായിട്ടൊന്ന് നല്ല രസമായിട്ട് എഴുതിയിരിക്കുന്നു. ഇടുങ്ങിയിരിക്കുന്നു, അഫ്ലിക്റ്റഡ്, ഇംഗ്ലീഷിൽ അഫ്ലിക്റ്റഡ് നോട്ട് ക്രഷ്ഡ്. എന്നിലിങ്ങനെ വന്നു, പക്ഷേ ഞാൻ എന്ത് ചെയ്യാം? അങ്ങ് പൊടിഞ്ഞങ്ങ് ഇല്ലാതായി പോയിട്ടില്ല. കഷ്ടതയുണ്ട്, കഷ്ടത തന്നെയാണ്. അവിടെ കഷ്ടതയ്ക്ക് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല, പക്ഷേ ഞാൻ കംപ്ലീറ്റ് പൊടിഞ്ഞു പോയിട്ടില്ല, ഞാൻ ക്രഷ്ഡായിട്ടില്ല. ഇനി താഴോട്ട് പറയുന്നു, ബുദ്ധിമുട്ടുണ്ട്, ഓപ്പോസിറ്റ് എന്ന് പറയാൻ പറ്റും. അതിൻ്റെ ഒരു താഴത്തെ ഒരു ഗ്രേഡിലുള്ള നിരാശപ്പെടുന്നില്ല, പെർപ്ലെക്സ്ഡ് ബട്ട് നോട്ട് ഇൻ എ ഡെസ്പെയർ സിറ്റുവേഷൻ. ഓക്കെ, നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, പക്ഷേ അങ്ങ് ഭയങ്കര ഒരു ഡിപ്രസ്ഡ് ആയിട്ടോ നിരാശപ്പെടലിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇനി പറഞ്ഞിരിക്കുന്നത്, ഉപദ്രവമുണ്ട്, ഉപേക്ഷിക്കപ്പെടുന്നില്ല, പേഴ്സിക്യൂട്ടഡ് നോട്ട് ഫോർസേക്കൺ. അല്ലേ? നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഈ പേഴ്സിക്യൂഷൻ അനുഭവിച്ചവരുടെ നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും, കേട്ടോ. അവരുടെ ഒരു മാനസിക ടോർച്ചർ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ ശരിക്കും പറ്റത്തില്ല. ഒന്നാലോചിച്ച് നോക്കിയേ, ഇതൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്കും ഒരു ജയിലിൽ എല്ലാവരും അക്യൂസ് ചെയ്തുകൊണ്ട് ഫോൾസായിട്ട് അവരെ അക്യൂസ് ചെയ്തിട്ട് അവർ ജയിലിൽ കിടക്കുകയും ചുറ്റുമുള്ളവരെല്ലാം അവിശ്വാസികളായിട്ടും ഇവരെപ്പോഴും ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ എളുപ്പമല്ല വീണ്ടും വീണ്ടും വിശ്വാസത്തിൽ നിലനിൽക്കുവാനും ധൈര്യപ്പെടുവാനും അത്ര എളുപ്പമുള്ള കാര്യമല്ല.
എന്നാൽ ഇവിടെ പൗലോസ് പറയുന്നു പേഴ്സിക്യൂട്ടഡ്, ഉപദ്രവിക്കപ്പെട്ടു, എന്നാൽ എന്ത് ചെയ്യുന്നില്ല? ഉപേക്ഷിക്കപ്പെടുന്നില്ല. ഉപേക്ഷിക്കപ്പെട്ട് അങ്ങ് തകർന്നു പോയില്ല. അവരെങ്ങനെയെങ്കിലും അവരുടെ മേലേക്കൊക്കെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ് പ്രാർത്ഥിച്ചു അനേകർ പ്രാർത്ഥിക്കാനും ഒക്കെയും ദൈവത്തിൻ്റെ കൃപ അവരിലേക്ക് കടന്നു ചെല്ലുന്നു. വീണ് കിടക്കുന്നു, നശിച്ചു പോകുന്നില്ല. നോക്ക് ഡൗൺ ബട്ട് നോക്ക്ഡ് ഔട്ട്. വീണു, പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല? അവിടെ നശിക്കപ്പെട്ടു പോകുന്നില്ല. നമുക്ക് എഴുന്നേറ്റ് വരുവാനായിട്ട്. എന്തുകൊണ്ടാണ്? ഈ മൺകൂടാരങ്ങളിൽ, ഈ തേജസ്സേറിയ ശുശ്രൂഷയിൽ കൂടെ, ഈ പുതിയ നിയമ ബന്ധത്തിൽ കൂടെ നമ്മളിലേക്ക് പകരപ്പെട്ട അത്യന്ത ശക്തി നമ്മളിലുള്ളത് കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ അതിനോട് ചേർന്നാണ് പൗലോസ് താഴോട്ട് നാം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പിന്നെ പറയുവാണ്, യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടുന്നതിന് യേശുവിൻ്റെ മരണ ശരീരത്തിൽ എപ്പോഴും വഹിക്കും. അതായത് ഒരു കാര്യം അറിയാം, എത്രത്തോളം മരണം വഹിക്കുന്നു നിങ്ങളും തെറ്റിദ്ധരിക്കില്ല, മരിച്ചു എന്നർത്ഥമല്ല. ഇതുപോലെയുള്ള പല അനുഭവങ്ങൾ കൂടെ കടന്നു പോരുമ്പോഴത്തേക്ക് ജീവൻ വർദ്ധിക്കും. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും പ്രയാസമേറിയ അനുഭവത്തിലാണ് നമ്മളൊരു ദൈവത്തിൻ്റെ ഒരു കൃപ പ്രത്യേക നിലയിൽ അനുഭവിച്ചത്. നമ്മൾ ഇതുവരെ അനുഭവിക്കാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ ആ സമയത്ത് നമ്മളൊരു പക്ഷേ അനുഭവിച്ചത്. മരണം വരും തോറുക ജീവൻ വരുന്നത്. അതുകൊണ്ടാണ് ഈ തകർന്ന ഹൃദയം നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയല്. ക്രിസ്തീയത്തിൽ നമുക്ക് ചിലപ്പോൾ ഒരു പറ്റുന്നൊരു പ്രശ്നം, നമ്മൾ മുന്നോട്ടിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തകർച്ചകൾ കുറയും. തകർച്ച എന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ട് ചിന്തിക്കല്, ഒരു ഇൻഫ്യോറിറ്റി കോംപ്ലക്സ് ആയിട്ട് എപ്പോഴും കാണുന്നതിനെല്ലാം കുറ്റബോധമായിട്ട് ജീവിക്കുന്ന അത് ശരിയല്ല. നമുക്കൊരു നല്ലൊരു ആരോഗ്യകരമായൊരു ഇതല്ല. പക്ഷേ നമ്മൾ എന്തോ ആയി, അല്ലെങ്കിൽ ഞാൻ പെർഫെക്റ്റായി തികഞ്ഞെന്നുള്ള ചിന്തകൾ വരണം. നമ്മൾ എത്രയൊക്കെ മുന്നോട്ട് പോയാലും അവിടെ എവിടെയല്ല ഈ പറഞ്ഞ പോലെ നമ്മൾ ഇന്നും ആയിട്ടില്ല. അതുകൊണ്ട് ബ്രോക്കൺനെസ് നമ്മൾ എപ്പോഴും വരുമ്പോൾ യേശുവിൻ്റെ ജീവൻ എന്ത് ചെയ്യും? കൂടിക്കൊണ്ടിരിക്കും. എന്നിട്ട് പൗലോസ് പറയുകയാണ്, ഞങ്ങൾ എന്തിനാണ് ചെയ്യുന്നതെന്നറിയാമോ? യേശുവിൻ്റെ മരണ ശരീരത്തിൽ എപ്പോഴും ഞങ്ങളുടെ മർത്ത ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടുന്നതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിച്ചു. നമ്മളിൽ തകർച്ചകൾ ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മളിൽ വ്യാപരിക്കുന്ന ജീവൻ്റെ ശക്തി മൂലം മറ്റുള്ളവരിലേക്ക് നമുക്ക് ജീവൻ പകരുവാൻ ചുറ്റുമുള്ള സ്ഥലങ്ങളിലേക്ക്, ചുറ്റുമുള്ള വ്യക്തികളിലേക്കെല്ലാം ദൈവകൃപയും ദൈവത്തിൻ്റെ സ്നേഹത്തെയും നമുക്ക് പകരുവാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഒരു കാര്യം കൂടെ പൗലോസ് പറയുന്നു, കർത്താവായ യേശുവിനെ 14-ാമത്തെ വാക്യം, ഉയർപ്പിച്ചവൻ ഞങ്ങളെ യേശുവോട് ഉയർപ്പിച്ച് നിങ്ങളോടുകൂടെ തിരുസന്നിധിയിൽ നിർത്തി. ഇനി പൗലോസ് പറയും, ഇനി ഞാൻ മരിച്ചെന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ ശരീരം എന്ത് ചെയ്യുക? ഉയർക്കാനായിട്ട് പോവുക. എന്നിട്ട് താഴോട്ട് പറയുന്നു, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഈ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം ഒരു സമ്മറി പറയുക, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. അതുകൊണ്ട് ഇന്നിവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഒരിക്കൽ കൂടി ഒരു ബലം പ്രാപിച്ചാട്ടെ. ഏതെങ്കിലും നിലയിൽ ഞാൻ എൻ്റെ ജീവിതം ഞാൻ ഫിനിഷായെന്നോ അല്ലെങ്കിൽ ഞാൻ അതുപോലെ അവസ്ഥയിലാണെന്ന് ഓർക്കുവാണെങ്കിൽ പറ, ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിലേക്ക് ഇനിയും വരും. നിങ്ങൾക്ക് കർത്താവുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധമുണ്ടായിട്ടുണ്ട്. ആ ബന്ധം പഴയ നിയമത്തിലൊരു ബന്ധം പോലെയല്ല, തേജസ്സുള്ള, നിലനിൽക്കുന്ന തേജസ്സുള്ളൊരു ബന്ധം നമുക്കും കർത്താവുമായിട്ട് നമുക്ക് നൽകിയിരിക്കുക. ഒറ്റ കാര്യം കൂടെ 17-ാമത്തെ വാക്യത്തിൽ ഒന്ന് വായിക്കാമോ? 17-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യകാലം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ഓക്കെ, ഈ വാക്യം ഇതിൻ്റെ നമുക്കിതിൻ്റെ അതിൻ്റെ പിന്നെ ഒരു ക്ലൈമാക്സ് ആയിട്ട് വന്നിരിക്കുക. ഇനി നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ എല്ലാം നമ്മൾ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു, എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾക്കൊന്നും കംപ്ലീറ്റ് ആയിട്ട് ഉത്തരം കിട്ടിയെന്നിരിക്കത്തില്ല, അല്ലേ? ഇത് യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ നമ്മളതിനെ നെഗറ്റീവായിട്ട് ഓർക്കല്ല. നമ്മളെല്ലാ ഞായറാഴ്ച നമ്മൾ പ്രാർത്ഥിക്കും, അല്ലേ? നമ്മൾ മാത്രമല്ല, ആസ് എ ചർച്ച് നമ്മൾ രോഗികൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനിയും പ്രാർത്ഥിക്കും. രോഗത്തിൻ്റെ സൗഖ്യം വരാൻ വേണ്ടി പ്രാർത്ഥിക്കും നമ്മൾ. പക്ഷേ എപ്പോഴും നമ്മൾ വിചാരിച്ച പോലെ ആയിരിക്കണമെന്നില്ല കാര്യങ്ങൾ. ചിലതിന് ചിലപ്പോൾ ചില വിടുതലുകൾ ചിലപ്പോൾ താമസിച്ചേക്കാം, ചിലപ്പോൾ നടക്കാതെയും പോയേക്കാം.
പക്ഷെ ഒരു കാര്യത്തിന് മാറ്റമില്ല. നമ്മുടെ ജീവിതം ഇവിടം കൊണ്ട് തീരുവല്ല, അത് നിത്യതയിലേക്ക് നിലനിൽക്കുന്നൊരു ജീവിതമാണ്. അതാണ് ഈ വാക്യത്തിൻ്റെ പ്രത്യേകത. അവിടെയും വളരെ രസമായിട്ട് പൗലോസ് അവിടെ എഴുതിയിരിക്കുന്നു, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിൻ്റെ നിത്യകനം ഞങ്ങൾ കിട്ടുവാൻ ഹേതുവാകുന്നു. ഇംഗ്ലീഷിൽ ഫോർ ദിസ് ലൈറ്റ് മൊമെൻ്ററി afflictions is what is that? Preparing for us an eternal weight of glory beyond all comparison. ഇവിടെ നമ്മൾ ഇനി ഓർക്കണം, അവിടെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നൊടി നേരത്തേക്കല്ലേ, നൊടി നേരത്തേക്കെന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് എന്തുവാ? അടുത്ത ഭാഗത്തുണ്ട് എന്തുവാ? അനവധിയായിട്ടുള്ള അല്ലേ, അനവധിയായിട്ടുള്ള. ഇനി ലഘുവായ എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെയാ? അത്യന്തം. കഷ്ടമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പുറത്ത് പറഞ്ഞിരിക്കുന്നത് തേജസ്. ഇവിടെ ഉള്ളതെല്ലാം നൊടി നേരത്തേക്കുള്ളതാണ്. ഇവിടെ എത്ര നമ്മൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര തീരുമാനങ്ങളൊക്കെ എടുത്തും ഭയങ്കര ശക്തിയായിട്ടും പ്രാർത്ഥിച്ചും എല്ലാം നമ്മൾ പോകേണ്ടി പോയാലും അങ്കുലി പരിമിതമാണ് ഈ ജീവിതം എന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകാതിരിക്കും അല്ലേ? പുതിയ വർഷമെല്ലാം നമ്മൾ ഓർക്കുന്നത് അങ്കുലി പരിമിതം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കിനി എണ്ണാം വേണമെങ്കിൽ അല്ലേ, നമ്മുടെ ഇപ്പോഴുള്ള വയസ്സിനോട് ഒന്ന് ഒരു പ്രായമുള്ളവരും ഒക്കെ ഒന്ന് അല്പം ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ എത്രയുണ്ട്? അതിന് ചുമ്മാ ഒരു കണക്ക്. ഓക്കെ, ഒരു ദേവദാസൻ ഇടയ്ക്ക് പ്രാർത്ഥിക്കുന്നത് കേട്ടു, എനിക്ക് ദൈവം ഇനിയും ആയുസ്, നല്ലതാണ്, നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കുന്ന തെറ്റല്ല, നമ്മൾ നല്ല ആയുസ് നമുക്ക് ഇനിയും തരട്ടെ. പക്ഷേ എത്രയൊക്കെ വന്നാലും നമുക്ക് എണ്ണയൊക്കെ എടുക്കാം, വിരലുകൾ കൊണ്ടൊക്കെ നമുക്ക് എണ്ണാവുന്നതൊക്കെ സമയങ്ങളൊക്കെ ഉള്ളൂ. ഇവിടെ ഒന്ന് എല്ലാം ടെമ്പററിയാണ്, ഒന്നും ഇല്ല. എന്നാൽ ഇവിടുത്തെ ഈ പ്രയാസങ്ങളുടെയൊക്കെ മധ്യത്തിലും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്, ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നമ്മളെ ശക്തീകരിക്കുന്നത് ഒരു നിത്യത വരാൻ പോവുകയാണ്. ഒരു നിത്യതയിലേക്ക് നമ്മൾ പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. നിലനിൽക്കുന്ന സമയമില്ലാത്ത ഒരു കാലത്തിലേക്ക് നമ്മൾ പോകാനായിട്ട് പോവുകയാണ്. ഇനി എന്തുവാണ് അവിടെ ഇരിക്കുന്നത്? ലഘുവാ. ഇവിടുത്തെ കഷ്ടമൊന്നുമില്ലെന്ന് പൗലോസ് പറയുന്നത്, ലഘുവായ കഷ്ടമെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ കാരണം ലഘുവെന്ന് പറയുന്നത് നമ്മൾ അവിടുത്തെ കാര്യം ഓർക്കുമ്പോഴാണ്. അനവധിയായ ശക്തിയായ കാര്യം നമുക്ക് അവിടെ ലഭിക്കാനായിട്ട് പോകുന്നത്. നിത്യഖനം എന്നുള്ളതാണ് ലഘു എന്ന് പറയുന്നത്. ഇവിടെ ഘനമായ ഒരു തേജസ് നമുക്ക് അവിടെ ലഭിക്കാൻ പോകുന്നത്. ഇവിടെയുള്ളത് കഷ്ടമാണ്, എന്നാൽ അവിടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഒരു തേജസ്സിൽ നമ്മൾ ജീവിക്കാനായിട്ട് പോവുകയാണ്. ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ നിറയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. ഇന്ന് രാവിലെ സമയത്ത് നമുക്കൊരിക്കൽ കൂടെ ദൈവവരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഇന്നാരെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ എനിക്കെല്ലാം തീർന്നുവെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്കാണ് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. യേശുവുമായിട്ട് ബന്ധം സ്ഥാപിച്ചവർക്ക്, യേശുവിൽ കൂടെ ഈ ദൈവത്തിൻ്റെ തേജസ് അനുഭവിച്ചവർക്ക്, ഈ പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചവർക്ക്, ഈ അത്യന്ത ശക്തിയുമായിട്ട് നടക്കുന്ന നമുക്ക് ധൈര്യത്തോടുകൂടെ നമുക്ക് ഇനിയും ഈ ജീവിതം, ക്രിസ്തീയ ജീവിതം, ഈ വിശ്വാസ ജീവിതം ഇനിയും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഏതൊക്കെ മേഖലയിലാണ് ഇന്നൊരു പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു പക്ഷേ എനിക്കിനി ആത്മീയ ജീവൻ നയിക്കാനായിട്ട് പറ്റത്തില്ല. ചിലവർ കുറേയൊക്കെ ശ്രമിച്ച് വിശ്വാസത്തിലേക്ക് ആദ്യം വന്നു, ശരിയായിട്ടൊന്നും ജീവിക്കാൻ പറ്റുന്നില്ല. ചിലവർ അഡിക്ഷൻസിൽ ഭാരപ്പെടുന്നു. ഞാൻ ആഗ്രഹിച്ചു ഈ ഒരു അഡിക്ഷൻ എന്നിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു ആസക്തി എന്നിൽ നിന്ന് മാറിപ്പോകുന്നു, പക്ഷേ മാറിപ്പോകുന്നില്ല. വീണ്ടും ദൈവത്തിൽ ആശ്രയിക്ക്. ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്കോട് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ